കണ്ണൂർ വേളാപുരം മുതൽ ചൊവ്വ വരെയുള്ള ദേശീയപാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഒറ്റയാൾ പ്രതിഷേധം. ഈ മേഖലയിലെ റോഡും ഡിവൈഡറുകളും തകർന്നിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വളപട്ടണത്തെ സാമൂഹിക പ്രവർത്തകൻ KC സലീം ഞായറാഴ്ച രാവിലെ ഡിവൈഡറിന്റെ മുകളിൽ റീത്ത് വെച്ച് സമരം നടത്തിയത്. സൗകര്യം കുറഞ്ഞതും ഇടുങ്ങിയതുമായ റോട്ടിലെ കുഴികളും കാരണം ഇരുചക്ര വാഹനങ്ങൾ നിരന്തരം തെന്നി വീഴുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഡിവൈഡറുകളിൽ വാഹനങ്ങൾ കയറി രാത്രിയിൽ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും സലീം പറഞ്ഞു. വളപട്ടണം ദേശീയപാതയിലെ നമ്മുടെ വളപട്ടണം ചൊവ്വ വരെയുള്ള റോഡുകളിലെ ഡിവൈഡറുകൾ പൊട്ടിപ്പൊട്ടി വരികയാണ്. നിരവധി വാഹനങ്ങളാണ് ഡിവൈഡറുകളിൽ കയറിയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഏകദേശം 10 വർഷക്കാലമായി ഈ വളപട്ടണം മേലെ ചൊവ്വ വരെയുള്ള റോഡ് റീടാറിംഗ് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യവും സോഷ്യൽ മീഡിയ വഴി ഇത് വാർത്തയാക്കി കൊടുത്തെങ്കിലും അധികാരികൾ കണ്ണു തുറക്കാത്തതിൻ്റെ സൂചകമായിട്ടാണ് ഇന്നിവിടെ ഈ റീത്ത് വെച്ച് ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പും പുതിയ തെരുവ് കുഴിയടക്കുന്നതിന് വേണ്ടി റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു. വളപട്ടണം പാലത്തിലെ ലൈറ്റ് കത്താത്തതിന് പേരിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ വളപട്ടണം പുതിയ തെരുവ് ഭാഗങ്ങളിലെ റോഡുകൾ കണ്ടുകഴിഞ്ഞാൽ തിരമാലകൾ പോലെയുള്ള റോഡുകളാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് 2 വീലർ യാത്രക്കാരും അതുപോലെ ഓട്ടോറിക്ഷക്കാരുമാണ്. ഈ മുകളിൽ തന്നെ നിരവധി വാഹനങ്ങൾ കയറിയിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ ഭാഗങ്ങളിൽ മേലെ ചൊവ്വ വരെയുള്ള എല്ലാ ഡിവൈഡറുകളിലും നിരവധി വാഹനങ്ങൾ കയറിയിട്ടുണ്ട്. ആളുകൾക്ക് വെച്ചുവെച്ചിട്ടുണ്ട്, വാഹനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്തതിൻ്റെ പ്രതിഷേധ സൂചകമാണ് ഇപ്പോൾ ഈ 2024 ഇലക്ഷൻ സമയത്ത് ഈ പ്രതിഷേധം മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇനിയിപ്പോൾ ജൂൺ മാസമായി കഴിഞ്ഞാൽ മഴ തുടങ്ങാൻ പോവുകയാണ്. ഈ റോഡിൽ മുഴുവനും കുഴിയാണ്. പലവട്ടം ഈ വിനീതൻ പല പ്രാവശ്യം ഈ ഫോട്ടോയും വാർത്തയും കൊടുത്തിട്ട് ഓരോ കുഴികൾ അടച്ച് ഇപ്പോൾ പൊട്ടിയിട്ട വാഹനങ്ങൾ പോലെ അവിടെയും ഇവിടെയും പൊങ്ങിക്കിടക്കുകയാണ്. പുതിയ തെരുവ് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തിരമാലകൾ പോലെയാണ് റോഡുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് റീടാർ ചെയ്യാൻ അധികാരികൾ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടുള്ള റീത്താണ് ഇന്നിവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. വളപട്ടണം പാലത്തിലെ തെരുവ് വിളക്ക് കത്തിക്കാനും പുതിയ തെരുവിലെ റോഡിലെ കുഴികൾ അടയ്ക്കാനും സലീം നടത്തിയ ഒറ്റയാൾ പ്രതിഷേധവും ശ്രദ്ധേയമായിരുന്നു.